ആദ്യത്തെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്വപ്നമാണല്ലോ ഒരു പൈലറ്റ് ആകുക എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ. ആദ്യത്തെ ഫ്ലൈയിങ് ചെയ്തപ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടുള്ള ഫ്ലൈയിങ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയിരുന്നു. വെച്ചാല് ഒരു ദിവസം രാവിലെ എണീച്ചു, തലേന്ന് വൈകുന്നേരം മെസ്സേജ് വന്നു, നാളെ നിങ്ങളെ ഫസ്റ്റ് ഇൻട്രോ ഫ്ലൈറ്റ് എന്ന് അതിന് പറയാം, ഇൻട്രൊഡക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ നാളെ രാവിലെ നിങ്ങളെ ഇൻട്രോ ഫ്ലൈറ്റ് ആയിരിക്കും. ഒരു പൈലറ്റ് ഇൻസ്ട്രക്ടർ വന്നിട്ട് നിങ്ങൾ 4 പേര് ഒരു അരമണിക്കൂർ ഓരോരുത്തരെയും കൊണ്ടിട്ട് ക്യാരി ചെയ്തിട്ട് ഫ്ലൈ ചെയ്യും. നമ്മൾ ജസ്റ്റ് അന്നായിരിക്കും നമ്മൾ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഓരോന്നും പഠിക്കുന്ന ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അണ്ടർ സ്ട്രെസ്സിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തലേന്ന് പറഞ്ഞു ഇങ്ങനെ ഫ്ലൈ ചെയ്യും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് മുടിയൊക്കെ വെട്ടിച്ചു, അത്യാവശ്യം അടിപൊളിയായി. കാരണം എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. കുറേ കാലം ഇത് പഠിച്ച് കാര്യങ്ങളൊക്കെ ഇതായിട്ട് ആദ്യമായിട്ട് പറക്കാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലായിരിക്കും. ഞങ്ങളൊക്കെ പ്രിപ്പയർ ആയി രാവിലെ എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, പോയി. കുറച്ചൊരു മൂടലൊക്കെ ഉണ്ട്, മേഘം കുറച്ച് മൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും പോയി. അവിടെ പോയി നിന്നപ്പം പറഞ്ഞു ഇന്ന് ഫ്ലൈയിങ് നടക്കൂല, കാരണം മഴയാണെന്ന് പറഞ്ഞിട്ട് നടന്നു. അപ്പൊ അങ്ങനെ ഇത് ഇപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് കുറച്ച് മേഘം കുറച്ച് ഇങ്ങനെ മാറി തുടങ്ങുന്നത് കണ്ടപ്പം ഷബാബാന്ന് തോന്നുന്നു. ഷബാബ് പറഞ്ഞോളൂ ബാക്കി. അതായത് അത്യാവശ്യം എയർക്രാഫ്റ്റിൽ കാര്യങ്ങളൊക്കെ കയറിയിരുന്നു. ഞാൻ ഇൻസ്ട്രക്ടറും കൂടെ ടാക്സി ചെയ്ത് നമ്മൾ റൺവേയിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവല്ലോ. ടേക്ക് ഓഫ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ വീണ്ടും നമ്മൾ പവർ കൊടുത്തിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. അതോടുകൂടി ഇൻസ്ട്രക്ടർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടിയൊരു ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനത്തെ ഒരു നമ്മൾ എക്സ്പെക്റ്റഡ് ആവാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറിപ്പോയി. പിന്നെ അത് സംഭവിച്ചു, നമുക്ക് പിന്നീട് കിട്ടി. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് ഇതാണ് ശരിക്കും നടന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പാളിപ്പോയി. അല്ല, അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ മഴ ഉണ്ടാവും, നമുക്ക് വെതർ നോക്കണം. നമുക്കിപ്പോ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ലൈറ്റ് ഇട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ ഈ ഫീൽഡ് അങ്ങനെയല്ല. നമ്മള് തലേന്ന് തന്നെ എന്ത് ചെയ്യും, നാളത്തെ വെതർ പ്രെഡിക്റ്റ് ചെയ്യും. നാളെ മഴ ഉണ്ടാവോ, വിൻഡ് എത്ര ഉണ്ടാവും, വിൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്ടറാണ്. ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നാളത്തെ ഫ്ലൈറ്റിന് വേണ്ടി ഫുൾ പ്രിപ്പയർ ചെയ്തിട്ട് രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി, യൂണിഫോം അറിയാലോ, മഴ പെയ്ത് അപ്പൊ അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ മഴ കാര്യങ്ങൾ. അപ്പൊ വെതറും കാര്യങ്ങളൊക്കെ നമുക്ക് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ട്രെയിനിങ് പീരീഡിൽ ഇതൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ ഇതിനിങ്ങോട്ട് അഡാപ്റ്റ് ആവുള്ളൂ. ഇത് കിട്ടണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ഡിലേ ആയി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കമ്പനീസിനൊക്കെ കുറ്റം പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഡിലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ വെതറിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഡിലേസ് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ട്രെയിനിങ് പീരീഡിൽ ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ ഞങ്ങളും എന്ത് ചെയ്യും, ഇതിനു വേണ്ടി ട്രെയിൻഡ് ആവും.